അടുക്കുന്നത് ഏത് വിധത്തിലായിരിക്കണം? ഞാൻ അതൊന്ന് പറയട്ടെ. ശമൂവേൽ 6-ാം അധ്യായത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്, ഞാൻ രണ്ടിനൊരു അടി തരും കേട്ടോ, കളിക്കായിരുന്നു. നമ്മൾ ഏത് വിധത്തിലാണ് ദൈവത്തോട് അടുക്കേണ്ടത്? സ്തോത്രം, ആമേൻ. ഏലി പുരോഹിതന്റെ കണ്ണ് മങ്ങി. ശരിക്കും കേൾക്കണം വചനം കേട്ടോ. ഏലി പുരോഹിതന്റെ കണ്ണ് മങ്ങി. ശമൂവേലിന്റെ പുസ്തകത്തിലാ അല്ലെ, കണ്ണ് മങ്ങി എന്ന് പറഞ്ഞാൽ ആത്മീയമായ കാഴ്ചപ്പാട്. രണ്ടാമത് പറയുന്നത് 3-ാം അധ്യായത്തിൽ ദർശനം ദുർലഭമായി. ദർശനമില്ല, വചനം ദുർലഭമായി. വചനമില്ല, ദർശനമില്ല, കാഴ്ചപ്പാടില്ല. സ്തോത്രം. പിന്നെ ഒന്നുകൂടെ ഉണ്ട് കേട്ടോ. ഏലി പുരോഹിതന്റെ കാലം, ശമൂവേലിന്റെ കാലം, ഇങ്ങനെ അടുപ്പിച്ചു. ഏലി പുരോഹിതന്റെ കാലം, ശമൂവേലിന്റെ കാലം. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ശമൂവേലിന്റെ കാലത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രാർത്ഥിക്കും. ഏലി പുരോഹിതന്റെ കാലം പ്രാർത്ഥനയില്ല. പ്രാർത്ഥനയില്ലാത്ത കാലം, പുരോഹിതന്റെ കണ്ണു മങ്ങിയ കാലം, വചനമില്ലാത്ത കാലം, ദർശനമില്ലാത്ത കാലം. സ്തോത്രം. എവിടെ ചെന്നെത്തി ജനം? പുരോഹിതൻ എവിടെ എത്തി? പുരോഹിതൻ പെടലി ഒടിഞ്ഞ് ചത്തു. മക്കള് 2 പേര് പടക്കളത്തിൽ ചത്തു. ഇസ്രയേൽ യുദ്ധത്തിൽ തോറ്റു. യഹോവയുടെ പെട്ടകം ഫെലിസ്ത്യരെ പിടിക്കപ്പെട്ടു. കേട്ടോ, എന്താ കണ്ടത്? ദർശനമില്ലാത്ത പുരോഹിതൻ, വചനമില്ലാത്ത പുരോഹിതൻ, പ്രാർത്ഥനയില്ലാത്ത പുരോഹിതൻ, പിന്നെ സ്തോത്രം, ഹല്ലേലൂയ, പിന്നെ കാഴ്ചപ്പാടില്ലാത്ത പുരോഹിതൻ ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുത്തപ്പോൾ അവനും പെടലി ഒടിഞ്ഞ് ചത്തു. അവന്റെ 2 മക്കളും ചത്തു, മരുമോളും ചത്തു. യഹോവയുടെ പെട്ടകവും പിടിക്കപ്പെട്ടു. ഇസ്രായേലിന് തോറ്റും പോയി. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഒന്നോർത്തോണം, വചനമില്ലാത്ത ജീവിതം, സ്തോത്രം പറഞ്ഞേ, ദർശനമില്ലാത്ത ജീവിതം, ആത്മീക കാഴ്ചപ്പാടില്ലാത്ത ജീവിതം, പ്രാർത്ഥനയില്ലാത്ത ജീവിതം കുഞ്ഞെ നിന്നെ തകർച്ചയിൽ കൊണ്ടെത്തിക്കും. സ്തോത്രം. നിന്നെ വലിയ പരാജയത്തിലെത്തിക്കും. അത് ഓർത്തോണം കേട്ടോ. സ്തോത്രം പറഞ്ഞേ. ഏലി പുരോഹിതന്റെ കാലത്തിന്റെ പ്രത്യേകത 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. വചനം ദുർലഭം, ദർശനമില്ലാത്ത കാലം. ഏലി പുരോഹിതന്റെ കണ്ണും മങ്ങി. പിന്നെ ഇയാള് പ്രാർത്ഥിക്കത്തുമില്ല. സ്തോത്രം പറഞ്ഞേ. പ്രാർത്ഥനയില്ലാത്ത നേതൃത്വം, കണ്ണു മങ്ങിയ നേതൃത്വം, വചനമില്ലാത്ത നേതൃത്വം, ദർശനമില്ലാത്ത നേതൃത്വം. ആലയത്തിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ ആ ജനങ്ങൾ തകർന്ന് തരിപ്പണമായി. പുരോഹിതനും തകർന്നു. ഇപ്പൊ മനസ്സിലായോ? ശമൂവേലിന്റെ കാലം നേരെ തിരിച്ചാണ്. ശമൂവേല് പ്രാർത്ഥനയുള്ള ദൈവദാസനാണ്. ഹല്ലേലൂയ പറഞ്ഞേ. വചനമുണ്ട്, ദർശനമുണ്ട്. ആലയത്തിൽ കൊണ്ടുവന്ന് മുലകുടി മാറിയ നാളിൽ അമ്മയാക്കി. അങ്ങനെ മുലകുടി മാറുക എന്ന് പറഞ്ഞാൽ ലഘുതമായിട്ട് കണക്കനുസരിച്ച് 5-ാമത്തെ വയസ്സാണ്. 5-ാമത്തെ വയസ്സിൽ ദർശനം കണ്ടു. ശമൂവേലേ എന്ന് ദൈവം ശമൂവേലിനെ വിളിച്ച് ഒരു രാത്രി മുഴുവൻ ശമൂവേലിനോട് സംസാരിച്ചപ്പോൾ വലിയ നീണ്ട താടിയും വലിയ ഉടുപ്പുമൊക്കെ ഇട്ട് വലിയ സ്റ്റൂളില് വർഷങ്ങളായിരിക്കുന്ന മഹാപുരോഹിതൻ എന്തില്ല? ദർശനവും ഇല്ല, ദൈവശബ്ദവും ഇല്ല. 5 വയസ്സുള്ള ചെറുക്കൻ ദൈവശബ്ദം കേൾക്കുമ്പോൾ, ദർശനം പ്രാപിക്കുമ്പോൾ, ദൈവത്തോട് കൂടെ വസിക്കുമ്പോൾ 10-90 വയസ്സ് പഴക്കമുള്ള പുരോഹിതൻ ദൈവശബ്ദമേ കേട്ടിട്ടില്ല. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ ആരാധനയുടെ കുറവായിരുന്നോ? ഒരിക്കലുമല്ല. നിങ്ങൾ 3-ാം അധ്യായം എടുത്ത് വായിച്ചാൽ മതി, 1-ഉം 2-ഉം അധ്യായം വായിച്ചാൽ മതി. ആരാധനയ്ക്ക് ഒരു കുറവുമില്ല. യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നിട്ട് ഇസ്രായേലെ ഭൂമി കുലുങ്ങുന്നത് പോലെ ആർപ്പിട്ടു. ഭൂമി കുലുങ്ങുന്നത് പോലെ. അപ്പൊ ആർപ്പിടാത്തതിന്റെ കുഴപ്പമാണ്. യഹോവയെ സ്തുതിച്ച് ആർപ്പിടുകയാ. ഭൂമി കുലുങ്ങുന്ന പോലെ ആർപ്പിട്ടു. എന്നിട്ടും തോറ്റും പോയി. ഇദ്ദേഹത്തിന്റെ പെടലി ഒടിഞ്ഞ് മക്കളും ചത്ത്, എല്ലാം ചത്ത്. അപ്പൊ ആർപ്പിടാത്തതിന്റെ കുഴപ്പമാണോ?
ഞാൻ പറഞ്ഞേ ആമേ. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം, ഈ സ്വോത്രത്തിന്റെ അല്ലെലിയുടെ കുഴപ്പമല്ല. സ്വോത്രം അല്ലെലിയൊക്കെ നല്ലതാ, പക്ഷെ അത് ജീവിതമുള്ളവർ പറയണം. ഏലി പുരോഹിതന്റെ മക്കൾ ആലയത്തില് പാപം ചെയ്ത ചകുമാർ കിടന്ന് ആർപ്പിട്ടത് അല്ലെലിയാ പറഞ്ഞേ. ആ ദേവാലയത്തിൽ നടക്കുന്ന യാഗവുമാർ എന്ത് ചെയ്യത്തില്ല, അത് പൂർത്തീകരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന് കൊടുക്കാതെ അത് മുപ്പല്ലി എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് കുത്തിയെടുത്ത് ഉമാര് കൊണ്ടുപോയി തിന്നും. ദൈവത്തിന്റെ യാഗപീഠത്തില് ആ യാഗം ദഹിക്കാൻ ഇവന്മാര് സമ്മതിക്കത്തില്ല. സ്വോത്രം പറഞ്ഞേ. അപ്പൻ എന്ത് ചെയ്യാണ്, യുവമാരെ ഒട്ടും ശാസിക്കത്തുമില്ല. സ്വോത്രം പറഞ്ഞേ. പിന്നെന്ത് സംഭവിക്കുക, ഹല്ലേലൂയ. എന്നിട്ട് പെട്ടകം പോയി എടുത്തോണ്ട് വന്നിട്ട് സ്തുതിക്കുക. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, ജീവിതമില്ലാതെ ഒറ്റ വാക്കിൽ അർത്ഥം പറയാ, ഈ പെട്ടകത്തിന്റെ പേരെന്താ? പെട്ടകം എന്നല്ല, അതിന്റെ പേരെന്താണ്? ആമേ, ദൈവത്തിന്റെ വിശുദ്ധ പെട്ടകം. വിശുദ്ധ പെട്ടകം. വിശുദ്ധി ഇല്ലാത്തവരെ നിന്നോട് അടുക്കരുത്. അതിന്റെ പേര് തന്നെ വിശുദ്ധ പെട്ടകമെന്നാ അല്ലേലിയാ പറഞ്ഞേ. ദൈവത്തിന്റെ വിശുദ്ധ പെട്ടകം. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, വിശുദ്ധിയില്ലാതെ ഇതിനോട് അടുക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞ്. വിശുദ്ധിയില്ലാതെ വേർപാടില്ലാതെ ഈ പെട്ടകത്തോട് അടുത്തു വന്ന പുരോഹിതരും മക്കളും ജനങ്ങളും തകർന്ന് തരിപ്പണമായി പോയി. അപ്പൊ ആരാധനയുടെ കുറവല്ല, എന്തിന്റെ കുറവായിരുന്നു? പാപത്തോടു കൂടി ആരാധിച്ചു. ഹല്ലേലൂയ പറഞ്ഞ്. പാപം ചെയ്തേച്ചു വന്നവർ ദൈവത്തെ സ്തുതിച്ചു. കേട്ടോ, മറക്കരുത്. ഇത് എന്തിനാ ഞാൻ പറയുന്നത് അറിയാമോ? ഞാൻ പറഞ്ഞത് പെട്ടകം പോയി, അത് പറയാനാ. പെട്ടകം പോയി. ബാലയഹൂദയിൽ ആ പെട്ടകം ആമേൻ ഇരുന്നു. ആമേ, ശൗല് വന്നു 40 വർഷം ഭരിച്ചു. ആ പുള്ളി പെട്ടകം കൊണ്ടുവന്നില്ല. പെട്ടകം കൊണ്ടുവന്നില്ല. സ്തോത്രം. ആമേ. 20 വർഷത്തോളം ബാലയഹൂദയിൽ ആ പെട്ടകം വരുന്നു. ശൗല് 40 വർഷം ഭരിച്ചു. അപ്പൊ 40 രൂപ എത്രയായി? 60. സ്തോത്രം. അതിനുശേഷം ദാവീദ് എന്ത് ചെയ്തു? അപ്പൊ ഏതാണ്ട് ഒരു 100 വർഷത്തോളം അടുത്ത് പെട്ടകമില്ല ഇതിടയിൽ. എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യം ഇല്ലാത്ത ഇസ്രയേൽ. സ്തോത്രം പറഞ്ഞ്. പെട്ടകം കൊണ്ടുവരികയോ പെട്ടകത്തിന്റെ മുമ്പിൽ അവർ യാഗം കഴിക്കുകയോ ഒന്നുമില്ലാതെ ഒരു 100 വർഷത്തോളം അങ്ങനെ പോയി. അതുകൊണ്ട് പെട്ടകമില്ലാതെ ഭരിച്ച ശൗല് തകർന്ന് തരിപ്പണമായി. സ്തോത്രം പറഞ്ഞ്. പെട്ടകമില്ലാതെ ഭരിച്ച ശൗല് പരാജയപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോ ദാവീദ് എന്ത് ചെയ്തു? ഭരണത്തിൽ വന്നു. ഉടനെ ദാവീദ് തീരുമാനിച്ചു, ഈ പെട്ടകം കൊണ്ടുവരണം. ഹല്ലേലൂയ പറഞ്ഞ്. 100 വർഷമായി ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ഞങ്ങളെ നടത്തിയ പെട്ടകം, ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ സിംഹാസനം, ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് 100 വർഷമായി. അതെനിക്ക് മടക്കി കൊണ്ടുവരണമെന്ന് തന്റെ ഭക്തൻ തീരുമാനിച്ചു. ഹല്ലേലൂയ പറഞ്ഞിട്ട് രാത്രി ഒരു തീരുമാനമെടുത്ത്, ചില വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ദൂരെ പോയി. അതിന്നും മടക്കി കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം പറ. ദാവീദ് ഭരണം ഏറ്റെടുത്ത ഉടനെ എല്ലാ രാജാക്കന്മാരും ചെയ്യുന്നത് എന്താണെന്നറിയോ? ഭരണം ഏറ്റെടുത്താൽ ഉടനെ അവര് പട്ടാളത്തെ വിളിച്ചു കൂട്ടി മിലിറ്ററി ഒന്നുകൂടെ ശക്തമാക്കി രാജ്യം കുറെ കൂടെ വികസിപ്പിക്കും, കുറെ കൂടെ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് പോകും, രാജ്യത്തിൽ ഉയർച്ചയൊക്കെ നോക്കും. പക്ഷെ ദാവീദ് ഇതൊന്നും ചെയ്തില്ല. ദാവീദ് ആദ്യമായി ചെയ്തത് പെട്ടകം കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ പറഞ്ഞ്. ദാവീദ് രാജ്യത്തെ കുറെ കൂടെ വിശാലമാക്കാനോ മിലിറ്ററി ശക്തമാക്കാനോ ഒന്നും ദാവീദ് പോയില്ല. ദാവീദ് ആദ്യമായി തീരുമാനിച്ചു, 100 വർഷത്തോടടുത്തായി ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ ദൈവ സാന്നിധ്യം എനിക്ക് ഞങ്ങളുടെ നടുവിലേക്ക് മടക്കി കൊണ്ടുവരണം. അങ്ങനെ ആ ദൈവത്തെ മടക്കി കൊണ്ടുവരുവാൻ ആ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്ന അധ്യായമാണ് 2 ശമൂവേൽ 6-ാമത്തെ അധ്യായം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പെട്ടകം കൊണ്ട് വരുന്ന അധ്യായമാണ് 124-ാം സങ്കീർത്തനം. അത് നമുക്ക് പിന്നെ നോക്കാം. 2 ശമൂവേൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പെട്ടകം എടുക്കാൻ ദാവീദ് വരികയാണ്. എങ്ങനെ ദാവീദ് വന്നത്? ഇനി നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. 2 ശമൂവേൽ പെട്ടെന്ന് വായിച്ചു പോണേ. 6-ാം അധ്യായം. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടുവരുത്തി
കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം ബാലെ യഹൂദായിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള ദാവീദ് പെട്ടകം എടുക്കാൻ പോയത് എങ്ങനെയാണെന്നറിയാമോ? 30,000 വീരന്മാരെ കൂട്ടി. അടി വരയിട്ടോണം കേട്ടോ. 30,000 വീരന്മാരെ കൂട്ടി ഏറ്റവും പുതിയ വണ്ടി ഉണ്ടാക്കി. ഇന്ന് വരെ ആരും ഉണ്ടാക്കാത്ത ഒരു പുതിയ വണ്ടി, ആരും യാത്ര ചെയ്യാത്ത ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി ദാവീദ് എന്ത് ചെയ്തു? ഈ പെട്ടകം പുതിയ വണ്ടിയിൽ കയറ്റി വലിയ വീരന്മാരുടെ സാന്നിധ്യത്തിൽ 190 വർഷമായ ഈ ദൈവത്തെയും ദൈവസിംഹാസനത്തെയും മടക്കിക്കൊണ്ടുവരാൻ ദാവീദ്. അതിങ്ങനെ മടക്കിക്കൊണ്ടുവരുമ്പോൾ വഴി വെച്ച് ഈ പെട്ടകം മറിയാൻ തുടങ്ങി. അപ്പം ഈ പെട്ടകം ഇരുന്ന വീട്ടിലെ ചെറുക്കൻ്റെ പേര് ഉസ എന്ന. അവനാണ് ഈ പെട്ടകത്തോടു കൂടെ ഉണ്ട്. അവൻ കയറി ഈ പെട്ടകത്തെ പിടിച്ചു. വളരെ ഈ വണ്ടി വലിച്ച കാള ഇളകി. ചുരുക്കി പറഞ്ഞാല് ഈ പെട്ടകം വണ്ടി ഇളകി, കാള ഇളകി, വലിയ പ്രശ്നമായി. ഈ ചെറുക്കൻ വഴി വീണ് ചത്തു. സ്തോത്രം. ദാവീദ് അവസാനം പേടിച്ചോടി. ഈ പെട്ടകം എടുക്കാൻ ദാവീദിന് കഴിയുന്നില്ല. പേടിച്ചോടി ദാവീദ്. അവിടെ നിന്ന് ഈ പെട്ടകം അടുത്തൊരു വീട്ടിൽ കൊണ്ടുവച്ചു. അയാളുടെ പേര് ഒബേദ് എന്നാണ്. അവിടെ ഒരു 3 മാസം ഈ പെട്ടകം ഇരുന്നു. സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, എവിടെ ചെന്നെത്തി? പെട്ടകം കൊണ്ടുവരാൻ പോയ പുള്ളി ഒരുത്തൻ ചത്തു. വഴിക്ക് വെച്ച് ഒത്തിരി അനർത്ഥമുണ്ടായി. ഈ പെട്ടകം എടുക്കാൻ പോയ ദാവീദ് പേടിച്ചൂടി. ചുരുക്കി പറഞ്ഞ നന്മ ചെയ്യാൻ പോയതാ. പ്രൈസ്. ഇപ്പൊ എല്ലാം പ്രശ്നത്തിലായി, മരണവും സംഭവിച്ചു. എന്താ കാരണം എന്നറിയാമോ? ഇനി നമുക്ക് ചിന്തിക്കാം. ദൈവത്തോടടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് ചില പ്രമാണങ്ങൾ വെച്ചിട്ടുണ്ട്. ദാവീദ് കൊണ്ടുപോയത് വീരന്മാരെയാ. സ്തോത്രം പറഞ്ഞ്. വീരന്മാരല്ല പെട്ടകം എടുക്കേണ്ടത്. പെട്ടകം ചുമക്കേണ്ടത് വിശുദ്ധരായിരിക്കുന്ന അഭിഷിക്തരായ പുരോഹിതന്മാരാണ്. അത് എടുക്കേണ്ടത്, അതിനോട് അടുത്തു വരേണ്ടത് അത് ലേവി ഗോത്രക്കാരാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ദൈവത്തോട് അടുക്കേണ്ടത് നമ്മുടെ പവറിലല്ല, ദൈവത്തിന്റെ പ്രമാണത്തിലാണ്. ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് രാജാവല്ലേ? അപ്പൊ രാജാവായപ്പോഴത്തേന് പുള്ളിക്ക് പണത്തിനൊന്നും കുറവില്ല. പുള്ളി ഏറ്റവും പുതിയ വണ്ടി അങ്ങ് ഉണ്ടാക്കി. ഏറ്റവും പുതിയ വണ്ടി. ഇന്ന് വരെ ആരും ഉണ്ടാക്കാത്ത ഒരു പുതിയ വണ്ടി, 2 പുതിയ കാള, പിന്നെ 30,000 വീരന്മാരെ, മിലിറ്ററിയിലുള്ളവും മറ്റു കാര്യങ്ങളിലൊക്കെ ഏറ്റവും ശക്തരായ ആൾക്കാരെ കൂട്ടി ദൈവത്തിന്റെ അടുക്കലേക്ക് പോവുക. അവസാനം എന്ത് ചെയ്തു? അത് വലിയ പ്രശ്നത്തിലേറെ അവസാനിച്ച് മരണമുണ്ടായി, ആകെ നാശത്തിലായി. എന്താ കാര്യം? ദൈവത്തോടടുക്കാൻ ബൈബിളിൽ പ്രമാണം വെച്ചിട്ടുണ്ട്, അതിന് ഉപദേശം വെച്ചിട്ടുണ്ട്. അങ്ങനെ പൊക്കോണം. സ്തോത്രം പറഞ്ഞ്. വീരന്മാരെ കൂട്ടിക്കൊണ്ടല്ല പോകേണ്ടത്. കാളവണ്ടിയുടെ പുറത്തല്ല പെട്ടകം കയറ്റേണ്ടത്. പെട്ടകം എടുക്കേണ്ടത് പുരോഹിതന്മാരുടെ തോളിലാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ട്. അങ്ങനെ പ്രമാണം തെറ്റി ദൈവത്തോട് അടുത്തത് കൊണ്ട് ഉസായിയുടെ മകൻ മരിച്ചു. ദാവീദ് സന്തോഷത്തിൽ ചെയ്തത് അവസാനം കണ്ണീരിൽ ചെന്ന് അവസാനിച്ചു. സമാധാനത്തോടെ തുടങ്ങിയത് അവസാനം വലിയ പേടിയിലും വെപ്രാളത്തിലും എല്ലാം അവസാനിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുന്നു, ദൈവത്തോട് അടുക്കേണ്ടത് പ്രമാണത്തിൽ കൂടെയാണ്. അത് വ്യവസ്ഥയിൽ കൂടെയാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ട്. പ്രമാണമില്ലാതെ, വിശുദ്ധിയില്ലാതെ, അതിന്റെ ഉപദേശം തെറ്റി ദൈവത്തോടടുത്താൽ അത് നിനക്കും നിന്റെ കുടുംബത്തിനും ദോഷമായി മാറുമെന്നുള്ളത് ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. സ്തോത്രം പറഞ്ഞ്. അത് പ്രാർത്ഥിച്ചില്ലേലും കുഴപ്പമില്ല, ആരാധിച്ചില്ലേലും കുഴപ്പമില്ല. അത് ചെയ്യുന്നെങ്കിൽ അത് പ്രമാണത്തിലേ ചെയ്യാവുള്ളൂ, അത് ഉപദേശത്തിലേ ചെയ്യാവുള്ളൂ. സ്തോത്രം. കാളയ്ക്ക് ബോധമുണ്ട്. കാളയുടെ പുറത്ത് കാളവണ്ടിയിൽ ഇത് കയറ്റി വെച്ചേക്കുക. എന്താ കാര്യം? 30,000 വീരന്മാരെ, ഇത്രയും പേരെ ഇറക്കണമെങ്കിൽ എത്ര രൂപ ചെലവഴിക്കണം? ഈ വീരന്മാരെ എല്ലാം കണ്ടുപിടിച്ച് 30,000 വീരന്മാർക്ക് എന്ത് ചെയ്തു? ചെലവിനും കൊടുത്തു, അവർക്ക് കൂലിയും കൊടുത്തു. ഈ പുള്ളി പെട്ടകം കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യാൻ? ഇവരെ കൊണ്ടുപോകുക. കാശ് ഇഷ്ടം പോലെ മുടക്കി, പണം ഇഷ്ടം പോലെ മുടക്കി. എന്നിട്ട് എന്താ ചെയ്തത്? ഏറ്റവും പുതിയ മോഡൽ, പുതിയ വണ്ടി,
ആമേ 30,000 വീരന്മാരെ. ഇന്ന് വരെ ഇത്രയും മോഡലൊന്നും ഒരു രാജാക്കന്മാരും ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും പുതിയ മോഡലില്ല 30,000 വീരന്മാരെ കൂട്ടി പുതിയ വണ്ടിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ വലിയ പുതിയ മോഡലിലും ലക്ഷക്കണക്കിന് രൂപയും ചെലവിട്ട് ആമേ പെട്ടകം എടുക്കാൻ പോയി. അവസാനം മരണത്തെ കലാശിച്ചു. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, കാശുണ്ടെങ്കിൽ അത് നമ്മുടെ പോക്കറ്റിൽ കിടക്കണം. അതിന്റെ വലിപ്പം ദൈവത്തിന്റെ അടുക്ക കാണിക്കരുത്. അതിന്റെ വലിപ്പം, കാശിന്റെ വലിപ്പമല്ല പുതിയ വണ്ടി ഉണ്ടാക്കിയത്. ഏറ്റവും പുതിയ വണ്ടി, 30,000 വീരന്മാര്, ഇതൊക്കെ കുറഞ്ഞ പരിപാടിയാണോ? ഏറ്റവും പുതിയ മോഡല്. അതുകൊണ്ട് ആരാധനക്കാരും പുതിയ മോഡലൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. പുതിയ മോഡലൊന്നും ഇപ്പോഴത്തെ ന്യൂ ആരാധനക്കാരെല്ലാം പുതിയ മോഡൽ, ഇവിടം വരെയുള്ള നിക്കറ്, ഇവിടെ എല്ലാം കീറിയ പോലെ മോളിലോട്ട് കീറാതിരുന്നാ മതിയായിരുന്നു. മോളിൽ കൂടെ കീറിപ്പോയി അതാകെ മോഡലല്ല, ഉപദേശമാണ് ആരാധനയ്ക്ക് ആവശ്യം. ഹല്ലേലൂയ പറഞ്ഞത് കണ്ടോ? ദാവീദ് ഏറ്റവും നല്ല മോഡലിലാ കൊണ്ടുവന്ന്. പുതിയ വണ്ടിയല്ലേ പുള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. 30,000 വീരന്മാരില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവിധ താളങ്ങളും മേളങ്ങളും മ്യൂസിക്കും ഉണ്ട് ഇതിനകത്ത്. ഇത്ര ഗംഭീരമായ വന്ന് അതെവിടെ ചെന്ന് അവസാനിച്ചു? അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഭാഷനും ആഷനും ഒക്കെ മാറ്റി വെച്ചിട്ട് ഉപദേശപ്രകാരം കൈയടിച്ച് വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. അമ്മ മോഡലും ഒന്നും ഇറക്കിക്കളയരുത് കേട്ടോ. ആരാധനയ്ക്ക് ദൈവത്തിനൊന്നും ഇഷ്ടമല്ല. ആരാധനയ്ക്കൊക്കെ പ്രമാണം വെച്ചിട്ടുണ്ട്, വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അതാ നമ്മുടെ ആരാധനയുടെ രീതി. കണ്ടോ? ദാവീദ് പോയത് എവിടെയാ? വീരന്മാരെ കൂട്ടി പുതിയ കാളവണ്ടി, പിന്നെ എല്ലാവിധ മ്യൂസിക്കും, സകല മ്യൂസിക്കും ഉണ്ട്. അവസാനം എവിടെ ചെന്നാ തീർന്നത്? ആ പെട്ടകത്തെ തൊട്ട ചെറുക്കൻ ചത്തുപോയി. സ്തോത്രം. ദാവീദ് ഓടി അവിടെ നിന്ന്. അവിടെ എഴുതിയിരിക്കുന്നത് ദാവീദ് ഭയപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നത്. അവരുടെ കാശിന്റെയും വലിയ ആക്ഷനും വലിയ പാഷനും മോഡലും ഒന്നും ഇറക്കാതെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എങ്ങനെ ആരാധിക്കണം. സ്തോത്രം പറഞ്ഞാട്ട് അങ്ങനെ അങ്ങ് ആരാധിച്ചാൽ മതി. എങ്ങനെ ദൈവത്തോട് അടുക്കണം അതിന്റെ വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അതുപോലെ ദൈവത്തോട് നമ്മൾ അടുക്കുക. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാന് ആരെയും എതിർത്ത് പറഞ്ഞതല്ല, എല്ലാത്തിനും ഉപദേശമുണ്ട്. അപ്പം ദാവീദ് ദൈവത്തോട് അടുത്തത് ഉപദേശം തെറ്റിയാണ്. അവസാനം ദാവീദ് വീട്ടിൽ പോയി. പെട്ടകം ഓബേദിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. ആമേ, ഇത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. സ്തോത്രം. അവിടെ ഇരിക്കുമ്പോൾ ദാവീദ് ഒരു വാർത്ത അറിഞ്ഞു. പെട്ടകം ഇരുന്ന വീട് അനുഗ്രഹിക്കപ്പെട്ടു. 3 മാസം ഈ വീട്ടിൽ ഇരുന്നപ്പോ ആ വീട് മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നത് അവനുള്ളതൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടു. അവനുള്ളതൊക്കെയും മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ ശരിക്കും പറയാം. ആ വർഷം ആ വീട്ടിലെ പിള്ളേർക്കെല്ലാം നല്ല മാർക്ക് കിട്ടി. ആ വർഷം ഒബേദിന്റെ തെങ്ങിൽ ഇഷ്ടം പോലെ, ആ വർഷം ഒബേദിന്റെ കണ്ടത്തിൽ ഇഷ്ടം പോലെ വിളവ് കിട്ടി. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്ന അവനുള്ളതൊക്കെയും ഹല്ലേലൂയ പറഞ്ഞേ. വിശുദ്ധിയുള്ള വീട്ടിൽ, പ്രമാണമുള്ള വീട്ടിൽ, ഉപദേശമുള്ള വീട്ടിൽ പെട്ടകം കൊണ്ട് വെച്ചപ്പോൾ അവർക്കുള്ളതെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. സ്തോത്രം പറഞ്ഞേ. 20 വർഷം വേറൊരു വീട്ടിലിരുന്നു. ആ വീട്ടിലെ ചെറുക്കൻ ഇപ്പത്തെ ചത്തും പോയി. ഹല്ലേലൂയ പറഞ്ഞേ. 20 വർഷം പെട്ടകം വരുന്ന വീട്ടിലെ ചെറുക്കൻ ചത്തപ്പോൾ 3 മാസം പെട്ടകം വരുന്ന വീട്ടില് അവർക്കുള്ളതൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തിന്റെ അനുഗ്രഹം ഹല്ലേലൂയ ഉപദേശമുള്ളിടത്താണ് അത് വരുന്നത്. ഒബേദ് ആലയത്തിലെ ശുശ്രൂഷക്കാരനാണ്. സ്തോത്രം പറഞ്ഞ്. ഒബേദ് ആലയത്തിലെ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷക്കാരനാണ്. അങ്ങനെ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ഭക്തന്റെ വീട്ടിലിരുന്നപ്പോൾ അത് അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ആമേ. പ്രൈസ് ദി ലോർഡ്. ആമേ. നമ്മുടെ വീട്ടിൽ ദൈവം വസിക്കണമെങ്കിൽ ചീത്തയും തെറിയും വിളിക്കരുത്, കള്ളും കുടിക്കരുത്, കള്ളത്തരം നുണ ഒന്നും പറയരുത്, വിശുദ്ധ വേർപാടും വേണം. കാരണം ഇത് ഇരിക്കുന്ന വീട് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഉപദേശം ഉള്ളോടത്ത് ഇരുന്നാലേ ഇത് അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. മറ്റേ വീട്ടിൽ 20 വർഷം ഇരുന്നില്ലേ, ആ വീട്ടിൽ അനുഗ്രഹിക്കപ്പെട്ടോ? ആ വീട്ടിൽ ചെറുക്കനല്ലേ ഇപ്പൊ വഴി ചത്തുപോയത്. സ്തോത്രം പറഞ്ഞത്. 20 വർഷം യഹൂദയിലായിരുന്നു. ആ വീട്ടിലെ മൂത്ത ചെറുക്കന്റെ പേരാ ഉസ. പ്രൈസ് ദി ലോർഡ്. അവൻ എന്ത് ചെയ്തു? പെട്ടകത്തെ കയറിപ്പിടിച്ച് അവൻ മരിച്ചുപോയി. പക്ഷെ മറ്റവന്റെ വീട്ടിൽ 3 മാസം ഇരുന്നപ്പോൾ അവൻ ഉള്ളതെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ.
അപ്പൊ നമ്മുടെ ജീവിതത്തില് ഉപദേശമില്ലാതെ, വേർപാടില്ലാതെ, വിശുദ്ധി ഇല്ലാതെ, പ്രൈസലോ, ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകണമെങ്കിൽ അത് വിശുദ്ധിയുള്ളോടത്തായിരിക്കണം. അത് വേർപാട് വേണം, അത് ഉപദേശം വേണം. ഇല്ലാത്തോടത്ത് ഇത് ഇരുന്നാൽ അത് ശാപമായി മാറത്തേ ഉള്ളൂ, അത് ദോഷമായി മാറത്തേ ഉള്ളൂ. ഇപ്പൊ കണ്ടല്ലോ നമ്മൾ എങ്ങനെ ദൈവത്തോട് അടുക്കണമെന്ന്. 6-ാം അധ്യായം പുള്ളു വീട്ടിൽ പോയിരുന്ന് വായിച്ചാൽ മതി, ഞാൻ ഒന്നും വായിപ്പിച്ചില്ല. സ്തോത്രം. ഉടനെ ദാവീദ് രണ്ടാമത് പുരോഹിതന്മാരെ എല്ലാം വിളിച്ചിട്ട് അവരോട് ചോദിച്ചു, എങ്ങനെയാ പെട്ടകം എടുക്കണ്ടേ? ഇതങ്ങ് ആര് ചെയ്താൽ പോരായിരുന്നു? ഉടനെ അവര് പറഞ്ഞു, രാജാവേ, നീ കാണിച്ചതെല്ലാം ഉപദേശ പെശക. കാളവണ്ടിയിലല്ല പെട്ടകം എടുക്കേണ്ടത്, വീരന്മാരല്ല ഇതിന്റെ പുറകെ പോകേണ്ടത്. അതിലെ ന്യായപ്രമാണ പ്രകാരം അഭിഷിക്തരായ പുരോഹിതന്മാരാണ് ഇതെടുക്കേണ്ടത്. സ്വത്രം. അത് വണ്ടിയിലല്ല, അത് നമ്മുടെ തോളിലാണ് അത് ചുമക്കേണ്ടത്. പ്രൈസ്. അത് ലേവി ഗോത്രക്കാരാണ്. അങ്ങനെ ദാവീദ് രണ്ടാമത് ഉപദേശപ്രകാരം ആ പെട്ടകം എടുക്കാൻ വേണ്ടി രണ്ടാമത് വന്നു. ആ പെട്ടകം എടുത്തു. ദൈവത്തോടടുത്തപ്പോൾ അത് അനുഗ്രഹമായി. സ്തോത്രം പറഞ്ഞു. അതാണ് 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈ പെട്ടകം കൊണ്ടുചെന്ന് ശൗല് സിയോൻ കോട്ടയിൽ ദാവീദ് ഈ പെട്ടകം വെച്ചു. സ്തോത്രം. 7-ാം അധ്യായത്തിൽ കാണുന്നത് ദാവീദ് സ്വസ്ഥതയും സമാധാനവും അനുഗ്രഹമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, ദൈവത്തോട് അടുക്കുമ്പോൾ ഉപദേശപ്രകാരം അടുത്തോണം, വചനപ്രകാരം അടുത്തോണം. ഉപദേശവും വചനവും ഇല്ലാതെ ഈ പെട്ടകത്തോട് അടുത്താൽ അത് നമുക്ക് ദോഷം സംഭവിക്കും, നഷ്ടം സംഭവിക്കും, വലിയ നിരാശകൾ ഉണ്ടാകും, അത് വലിയ തകർച്ചയിൽ ചെന്ന് അവസാനിക്കും. അതുകൊണ്ട് ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ആരാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പ്രൈസ് ദി ലോർഡ്, കർത്താവ് അത് ക്ഷമിച്ചോളൂ. പക്ഷെ ഉപദേശമില്ലാതെ ആരാധിച്ചാൽ ഒരിക്കലും ക്ഷമിക്കത്തില്ല. ഞാൻ എപ്പോഴും പറയും, ഈ സഭായോഗം ഒരു ദിവസം കൂടിയില്ല, വന്നില്ല, നമുക്ക് വരാൻ പറ്റിയില്ല, കർത്താവ് അത് ക്ഷമിക്കുമെന്നേ. ഇബ്രായ ലേഖനക്കാരൻ പറയുന്നുണ്ട്, സഭായോഗം ഉപേക്ഷയായിട്ട് ഇവിടെ വന്നേച്ചതിന് വില കൊടുക്കാതിരിക്കരുത്. സ്വത്രം പറഞ്ഞ് കൂടുന്നെങ്കിൽ സഭായോഗം ഉപേക്ഷയായി വിചാരിക്കരുത്. നമ്മൾ യോഗം നടക്കുമ്പോൾ അതിനൊരു വിലയും കൊടുക്കാതെ അത് പുല്ലുപോലെ കൈകാര്യം ചെയ്യരുത്. ഹല്ലേലൂയ പറഞ്ഞ്. സഭായോഗം ഉപേക്ഷയായി വിചാരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഒരു യോഗം മുടങ്ങിയ കുഴപ്പമില്ലെന്ന്, പക്ഷെ യോഗത്തെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്, അതിനെ മാനിക്കാതിരിക്കരുത്, അതിന് വില കൊടുക്കാതിരിക്കരുത്. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അത് മാനിക്കണം, അതിന് വില കൊടുക്കണം, അതിനു മുമ്പിൽ ഭയപ്പെടണം, അതിനു മുമ്പിൽ താഴ്ത്തണം, അതിനു മുമ്പിൽ എന്ത് ചെയ്യുക, വലിയ ഗമ കളിച്ചു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, അങ്ങനൊന്നും ഇരിക്കരുത്. വെറുതെ കുഞ്ഞെ നീ ശാപം മേടിക്കാനുള്ള പണിയാണ് ഇതൊക്കെ. സ്വത്രം പറഞ്ഞ് അങ്ങനെയൊന്നും ചെയ്തേക്കരുത്. ഞാൻ ഓർപ്പിക്കുന്നു, പൗലോസ് എടുത്തു പറഞ്ഞു, സഭായോഗം ഉപേക്ഷയായി വിചാരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, വരാത്തവനെന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് ഈ ഒരാഴ്ച വരാൻ പറ്റിയില്ല, കർത്താവ് ക്ഷമിച്ചോളും. ഇവിടെ വന്നേച്ച് എന്ത് ചെയ്യരുത്, ആരാധനയെ മാനിക്കാതിരിക്കരുത്, ആരാധനയ്ക്ക് വില കൊടുക്കാതെ ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കൽ പറഞ്ഞ ഈ ദൈവാലോചന മാനിക്കാത്ത ആളെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇല്ല, മറന്നുപോയി അല്ലേ? വായിക്കേണ്ട വാക്യം പറയാം. 2 ദിനവൃത്താന്തം 33-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. മനശ്ശ കൊളുത്തുകളാൽ പിടിക്കപ്പെട്ടവനായി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. മനശ്ശയോട് ദൈവത്തിന്റെ ആലോചന പലവട്ടം പറഞ്ഞു. മനശ്ശ അതിനെ മാനിച്ചില്ല, ദൈവാലോചനയെ ഭയപ്പെട്ടില്ല, പേടിച്ചില്ല, അതിനു മുമ്പിൽ കീഴ്പ്പെട്ടില്ല, മടങ്ങി വരാൻ തയ്യാറായില്ല, ഏറ്റുപറയാൻ തയ്യാറായില്ല. ദൈവത്തിന്റെ ആലോചനയെ പുല്ലുപോലെ തള്ളി. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ആ അധ്യായം നിങ്ങൾ നോക്കൂ. മനശ്ശയോടും ജനത്തോടും ദൈവത്തിന്റെ അരുളപ്പാടുകൾ അനേക പ്രാവശ്യമുണ്ടായി. പക്ഷെ മനശ്ശ അത് പുല്ലുപോലെ. ചിലരുണ്ടല്ലോ ഇതിലൊന്നും വെറും പുല്ലുപോലെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്നേരമാണ് 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്, മനശ്ശയെ ബാബിലോണിലെ രാജാവ് കൊടുത്തിട്ട്. മനസ്സിലായോ?
ഇല്ലല്ലേ? ദൈവത്തെ ഭയപ്പെടാതെ, ദൈവാലോചനയ്ക്ക് കീഴ്പ്പെടാതെ, ഏറ്റു പറയാതെ, ഭയപ്പെടാതെ മനുഷ്യ ദൈവത്തെ പുല്ലുപോലെ ദൈവാലോചന തള്ളിക്കളഞ്ഞപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു കൊളുത്ത് വന്ന് പെടലിക്ക് ഓർത്തു. ദൈവത്തെ ഭയപ്പെടാത്ത നീ തമ്പുരാന്റെ കൊളുത്തിൽ വീഴും. സ്വത്രം പറഞ്ഞു. ഹല്ലേലൂയ. മന്ത്രവാദം നമുക്ക് വേറൊരു മന്ത്രവാദിയെ കൊണ്ട് മന്ത്രവാദത്തെ അഴിപ്പിക്കാൻ കഴിയും. ഭൂതത്തെ നമുക്ക് എന്ത് ചെയ്യാം? ആരെ കൊണ്ടെങ്കിലും പ്രാർത്ഥിച്ച് അഴിക്കാൻ പറ്റും. രോഗത്തെ നമുക്ക് ഡോക്ടറെ കൊണ്ട് ചികിത്സിക്കാം. ഒടേ തമ്പുരാന്റെ കൊളുത്തിൽ എന്താ ചെയ്യും? ഒടേ തമ്പുരാൻ, ഇത് ഒടേ തമ്പുരാന്റെ കൊളുത്താ. 10ാമത്തെ വാക്യം വായിച്ച് കേൾപ്പിന് ഇവരെ. യഹോവ മനശ്ശയോടും അവന്റെ ജനത്തോടും സംസാരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. കണ്ടോ? എങ്കിലും നീ ഈ ഭാഷ എന്നാ പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല, അതിനെ മാനിക്കത്തില്ല, അതിനെ അംഗീകരിക്കത്തില്ല, അതിന് വില കൊടുക്കത്തില്ല. എങ്കിലും അവനത് ശ്രദ്ധിച്ചില്ല. അടുത്ത ലൈൻ വായിച്ച്. ആകയാൽ യഹോവ അശൂർ രാജാവിന്റെ സേനാധിപതിമാരെ അവരുടെ നേരെ വരുത്തി. അവർ മനശ്ശയെ കൊളുത്തുകളാൽ പിടിച്ചു ചെങ്കലിട്ടു ബാബേലിലേക്ക് അറിഞ്ഞില്ല കൊളുത്ത് പുറകെ. അശൂരിൽ കിടന്ന രാജാവിന്, അശൂർ എന്ന് പറഞ്ഞ പേർഷ്യൻ സാമ്രാജ്യമാണ്. ആ പേർഷ്യയിൽ അശൂരിൽ കിടന്ന രാജാവിനെ ദൈവം യെരൂശലേമിൽ വരുത്തി ആ മനശ്ശയെ കൊളുത്തിട്ട് പിടിച്ചു വലിച്ച് റോഡിലൂടെ പട്ടിയെ കൊണ്ടുപോകുന്ന പോലെ അങ്ങോട്ട്. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഈ പറഞ്ഞ നിങ്ങൾക്ക് കേട്ടാ പോരായിരുന്നോ? അതുകൊണ്ട് ഞാൻ പറയാ, ദൈവാലോചന തള്ളിയാൽ നാളെ നീ ചെന്ന് വീഴാൻ പോകുന്നത് ഒടേ തമ്പുരാന്റെ കൊളുത്തിലാ. ഹല്ലേലൂയ പറയേ. ദൂരെ കടന്ന രാജാവിനെ ഇവിടെ വരുത്തി ഇവനെ കൊളുത്തിട്ട് കർത്താവ് എന്ത് ചെയ്തു? കണ്ടോ? അശൂരിൽ കിടന്ന രാജാവിന് ദൈവം. 10ാമത്തെ വാക്യം വീണ്ടും വായിച്ചു കേൾപ്പിച്ചേ. യഹോവ മനശ്ശയോടും അവന്റെ ജനത്തോട് സംസാരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. ആകയാൽ യഹോവ അശൂർ രാജാവിന്റെ അശൂർ രാജാവ് വന്നതല്ല, യഹോവ കൊണ്ടുവന്നതാ. അശൂരിൽ കിടന്ന രാജാവിന്റെ ഹൃദയത്തിൽ ദൈവം ഇടപെട്ട് അയാളെ യെരൂശലേമിൽ കൊണ്ടുവന്ന് ഇവന്റെ കഴുത്തിൽ കൊളുത്തിട്ടൊരു പട്ടിയെ വരയ്ക്കുന്ന റോഡിൽ. ഹല്ലേലൂയ പറഞ്ഞ്. എന്താ കാര്യം? ദൈവാലോചന ഭയപ്പെട്ടില്ല, അതിനെ പേടിച്ചില്ല, അതിനെ മാനിച്ചില്ല, അതിനെ തള്ളി ദൂരക്കളഞ്ഞു. സ്തോത്രം. അവസാനം മനുഷ്യയെ കൊളുത്തുകളാൽ പിടിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ വന്നു വീഴും ഈ കൊളുത്ത്. സ്തോത്രം പറഞ്ഞ്. പിന്നെ അതിനകത്ത് നൂരിപ്പോരാൻ ആർക്കും. മന്ത്രവാദമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വേറെ മന്ത്രവാദി കൊണ്ട് നമുക്ക് ചെയ്യിച്ചു അതിനകത്ത് രക്ഷപ്പെട്ടു പോരാം. രോഗമാണെങ്കിൽ നല്ല ഡോക്ടറെ കണ്ട് രക്ഷപ്പെട്ട് നമുക്ക് പോരാം. പ്രൈസ്. ഇനി വല്ല പൂരമാണെങ്കിൽ നല്ല കൃപയുള്ള വാർഷയെ കണ്ട് അതിനകത്ത് ഊരിപ്പോരാ. ഒടേ തമ്പുരാന്റെ കുളത്തിനകത്ത് എങ്ങനെ ഊരാനാ? ആരാ ഇത് ഊരാൻ പ്രാപ്തൻ ഇവിടെ? ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം കൊടുത്തിട്ടാ പിന്നെ അതിനകത്ത് നമ്മളെ ഇറക്കാനിട്ട് ഒരു മനുഷ്യനും കഴിയില്ലെന്ന് ഓർത്തോണം. ഹല്ലേലൂയ പറഞ്ഞേ. ഇന്നല്ലെങ്കിൽ നാളെ ചെന്ന് നമ്മള് അതിനകത്തി എന്ന്. പക്ഷെ മനസ്സിക്കൊരു പ്രത്യേകതയുണ്ട്. ആ 10ാമത്തെ വാക്യത്തിൽ അടുത്ത വാക്യം വായിച്ചാൽ മതി. കൊളുത്തു വീണപ്പോൾ മനുഷ്യ തന്നെത്താൻ താഴ്ത്തി. മനുഷ്യ തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിച്ചു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ പറഞ്ഞ് ആ കൊളുത്ത് വീണപ്പോൾ ഈ പുള്ളി എന്ത് ചെയ്തു? തന്നെത്താൻ താഴ്ത്തി അനുസരിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവം അവനെ കൊളുത്തിന്ന് പുറത്ത് എടുത്തു. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞ് ഈ കൊളുത്ത് പല വിധത്തിൽ വന്ന് വീഴും കേട്ടോ. ഹല്ലേലൂയ പറഞ്ഞ്. ചിലപ്പോൾ ഇത് രോഗമായിരിക്കും, ചിലപ്പോൾ ജോലിയിലായിരിക്കും. അങ്ങനെ പല കൊളുത്തുണ്ട് കുഞ്ഞെ. അത് വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോരാൻ വലിയ പാടാ. സ്തോത്രം. കർത്താവ് ഏത് വിധത്തിലാണ് നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല കേട്ടോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദാവീദ് ദൈവത്തോടടുത്തത് പ്രമാണത്തോടു കൂടിയല്ല, ഉപദേശത്തോടു കൂടിയല്ല, തൻ്റെ കാശിന്റെ വലുപ്പത്തിൽ പുതിയ വണ്ടി ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ചെന്നു. പിന്നെ ഏറ്റവും പുതിയ മോഡൽ ഉണ്ടാക്കി. എന്തോ മോഡലാ? വീരന്മാരെ 30,000 6ാം അധ്യായത്തിലെ ഇതുവരെ ഒരു രാജാക്കന്മാരും ഉണ്ടാക്കാത്ത മോഡലായി ഈ പുള്ളി ഉണ്ടാക്കിയേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് എന്ത് ചെയ്തിരിക്കും? 30,000 വീരന്മാരെ ഒന്നിച്ചു കൂട്ടിയിരിക്കുക. ആ 30,000 വീരന്മാരെ കൂടാതെ കണ്ട് ഏറ്റവും പുതിയ വണ്ടി ഉണ്ടാക്കി. ഇതുവരെ എന്ത് ചെയ്തില്ല? വലിക്കാത്ത 2 പുതിയ കാള, പുതിയ വണ്ടി, 30,000 വീരന്മാരെ എല്ലാം മ്യൂസിക്കും. അവസാനം ഇതെല്ലാം ദൈവശിക്ഷ മേടിച്ച് കെട്ടി. ഹല്ലേലൂയ. ദൈവശിക്ഷ മേടിച്ച് കെട്ടി. അതുകൊണ്ട് ആരും പുതിയ മോഡൽ ഉണ്ടാക്കണ്ട,
പ്രൈസ് ദി ലോർഡ്. ആരും എന്ത് ചെയ്യണ്ട, ഒരു ഭാഷനും ഉണ്ടാക്കണ്ട, ഉപദേശപ്രകാരം ദൈവത്തെ അങ്ങ് ആരാധിച്ചാൽ മതി. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവമക്കൾ എങ്ങനെ ആരാധിക്കണമെന്ന്, ദൈവത്തോട് എങ്ങനെ അടുക്കണമെന്നും അവരെങ്ങനെ പോണമെന്നും വേദപുസ്തകത്തിൽ വ്യവസ്ഥയുണ്ട്, ന്യായപ്രമാണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പുരോഹിതന്മാരല്ലാതെ വേറെ ആരും ഇതിന്റെ അടുക്ക വന്നു പോകരുത്, ഇത് തൊട്ടു പോകരുത്, ഇത് ചുമക്കാൻ പാടില്ല. ഇത് കാളവണ്ടി അല്ല ചുമക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവൈതലേ, ദൈവവചന പ്രകാരം നമുക്ക് സമർപ്പിക്കാം. ദൈവത്തോട് അങ്ങനെ അടുക്കണം കേട്ടോ, അല്ലാതെ അടുക്കരുത്. ദാവീദൊക്കെ അടുത്ത പോലെ അടുത്താൽ അത് വലിയ നാശത്തിൽ കലാശിക്കും. ദാവീദ് രണ്ടാമതും മടങ്ങി വന്ന് കുറവുകളെല്ലാം ഏറ്റു പറഞ്ഞ് പുരോഹിതന്മാരെ കൊണ്ട് വന്ന് രണ്ടാമത് ഉപദേശപ്രകാരം ആ പെട്ടകം എടുത്തു. പെട്ടകം അപ്പോൾ അത് അനുഗ്രഹമായി. ദാവീദിനും അനുഗ്രഹമായി, ഇസ്രായേലിനും അനുഗ്രഹമായി. സ്തോത്രം. അതാണ് 7-ാം അധ്യായം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കിനി 7-ാം അധ്യായം ഒന്ന് വായിക്കാം. 2 ശമൂവേൽ 7-ാം അധ്യായം ഒന്ന് വായിച്ചു. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരശ്ശീലയ്ക്കകത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ രാജാവിനോട്, നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെയും ചെയ്തു കൊള്ളുക, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അന്നു രാത്രി യഹോവയുടെ അരുളപ്പാട് നാഥാൻ ഉണ്ടായതെന്തെന്നാൽ, എന്റെ ദാസനായ ദാവീദിനോട് നീ ചെന്ന് പറക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അധിവസിക്കേണ്ടതിന് നീ എനിക്കൊരു ആലയം പണിയുമോ? ഞാൻ ഇസ്രായേൽ മക്കളെയും മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്നുവരെയും ഞാൻ ഒരു ആലയത്തിൽ അധിവസിക്കാതെ കൂടാരത്തിലും നിവാസത്തിലുമല്ലോ സഞ്ചരിച്ചു വരുന്നത്. എന്റെ ജനമായ ഇസ്രായേലിനെ മേയിപ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒന്നിനോട് എനിക്ക് ദേവദാരു കൊണ്ട് ഒരു ആലയം പണിയാതിരിക്കുന്നത് എന്ത് എന്ന് എല്ലാ ഇസ്രായേൽ മക്കളോടും കൂടെ ഞാൻ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടോ? ആകയാൽ നീ എന്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേലിൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെ ഇരുന്നു നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിന്റെ പേർ വലുതാക്കും. ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാതിരിക്കത്തക്കവണ്ണം അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെയും എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെ പോലെയും ഇനി ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്കൊരു ഗൃഹമുണ്ടാക്കും എന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയും. ഞാൻ അവന്റെ രാജ്യത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടി കൊണ്ട്. ഒത്തിരി ഉണ്ട്, മുഴുവൻ എനിക്ക് വായിച്ച് കേൾപ്പിക്കണം എന്നുണ്ട്. ഇതിന്റെ അർത്ഥം ഞാൻ പ്രസംഗിക്കുമ്പോഴേ മനസ്സിലാക്കത്തുള്ളൂ, വായിച്ചാൽ നിൽക്കാതെ പിടികിട്ടത്തില്ല. ദാവീദിനെ ഒത്തിരി ദൈവം അങ്ങ് അനുഗ്രഹിക്കുക. നിന്നെ ഞാൻ ഇസ്രായേലിന്റെ പ്രഭുവാക്കി, നിന്റെ കാലശേഷം നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കും. മാത്രമല്ല, ന്യായാധിപന്മാരുടെ കാലഘട്ടം പോലെ ഇസ്രായേലിന് ഒരിക്കലും പരാജയങ്ങളും തകർച്ചകളും വരത്തില്ല. നിന്റെ കാലഘട്ടത്തിൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കും. പിന്നെ നിന്റെ തലമുറയെ അനുഗ്രഹിക്കും. അത് കഴിഞ്ഞിട്ട് പറയാണ്, നിന്റെ വീട്ടിൽ നിന്ന് എൻ്റെ അനുഗ്രഹം ഞാൻ തിരിച്ചെടുക്കത്തില്ല. നീ മരിച്ചു പിതാക്കന്മാരോട് ചേരും, പക്ഷെ എന്നാലും അനുഗ്രഹം ഞാൻ തിരിച്ചെടുക്കത്തില്ല. നിന്റെ മക്കൾ അത് അനുഭവിക്കും. നിന്റെ മക്കളത് അനുഭവിക്കും. ഒത്തിരി അനുഗ്രഹങ്ങൾ ദാവീദിനെ ദൈവം കൊടുക്കുക. എപ്പോഴാ? 2 കാര്യം കേട്ടോ. 100 വർഷത്തോടടുത്ത് നഷ്ടപ്പെട്ടു പോയ പെട്ടകം തിരികെ കൊണ്ടുവന്ന് അത് ഇസ്രായേലിൽ സ്ഥാപിച്ച് അവിടെ യാഗം നടത്തി, പുരോഹിതന്മാരെയൊക്കെ നിയമിച്ച് അവിടെ യാഗം നടത്തി, പാട്ടുകാരെ നിയമിച്ച്, പുരോഹിതന്മാർക്ക് ശുശ്രൂഷയ്ക്ക് ഒരു ക്രമവും ഒക്കെ ഉണ്ടാക്കി ദാവീദ് ഈ പെട്ടകത്തെ അവിടെ എന്നേക്കുമായി സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ
കർത്താവ് പറയാ, ഹല്ലേലൂയ, ഞാൻ സ്തോത്രം. നിന്നെ ഇസ്രായേലിന്റെ പ്രഭുവാക്കും, നിന്റെ പേര് ഞാൻ വലുതാക്കും. സ്തോത്രം. നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ ഭവനത്തെ ഞാൻ അനുഗ്രഹിക്കും. നീ മരിച്ചു കഴിയുമ്പോൾ നിന്റെ തലമുറയിലേക്ക് ഈ അനുഗ്രഹം നീണ്ടു പോകും. സ്തോത്രം പറഞ്ഞേ. എന്താ കാരണം? 100 വർഷമായി നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യം ഈ മനുഷ്യൻ മടക്കി കൊണ്ടുവന്നു. ശൗൽ ഇത് കൊണ്ടുവന്നില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ശൗൽ എന്ത് ചെയ്തില്ല? ഈ പെട്ടകം കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, അകന്നുപോയ ദൈവത്തെയും ദൈവ സാന്നിധ്യത്തെയും ദാവീദ് മടക്കി കൊണ്ടുവന്നപ്പോൾ, ഹല്ലേലൂയ പറഞ്ഞു, ദാവീദിനോട് ദൈവം ആമേൻ ആമേ വാഗ്ദത്തങ്ങൾ തുടങ്ങി, ദാവീദിനെ അനുഗ്രഹിക്കാൻ തുടങ്ങി. ഈ ആരാധനയിൽ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളിൽ നഷ്ടപ്പെട്ടു പോയ ആത്മീക സാന്നിധ്യം നിന്റെ ഭവനത്തിലേക്ക് മടക്കി കൊണ്ടുപോകാൻ കുഞ്ഞെ. സ്തോത്രം പറഞ്ഞേ. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വാഗ്ദത്തങ്ങൾ അക്കമിട്ട് നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ അതിന്റെ ശരിയായ ഒരു അർത്ഥം കൂടെ പറയാം. ഇവിടെ കൊണ്ടുവന്ന് പെട്ടകം വെച്ചു കേട്ടോ. പെട്ടകം വെച്ചു കഴിഞ്ഞിട്ട് ദാവീദ് ഒരു ക്രമം ഉണ്ടാക്കി. എന്താ? ഇതിന്റെ നടുവിൽ ഇതിനെ എല്ലാ ദിവസവും ഇവിടെ യാഗം കഴിക്കണം, എല്ലാ ദിവസവും ആരാധന നടത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? പുരോഹിതന്മാരെ നിയമിച്ചു. പുരോഹിതന്മാരെ നിയമിച്ചിട്ട് ദാവീദ് ഈ യാഗം നടക്കുന്ന സമയത്ത് അവിടെ പാട്ടുപാടാനും അതിന്റെ ശുശ്രൂഷയ്ക്കും ആൾക്കാരെയൊക്കെ നിയമിച്ചു. ഒറ്റ വാക്കിൽ അർത്ഥം പറയുന്നു, ഒരാത്മീക ക്രമീകരണം ദാവീദ് പുതിയതായിട്ട് കൊണ്ടുവന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഇസ്രായേലിൽ പെട്ടകത്തിന്റെ മുൻപില് ഡെയിലി ആരാധന നടത്താനും പുരോഹിതന്മാരെ നിയമിച്ച് അവിടെ പാട്ടുകാരെ നിയമിച്ച് ശുശ്രൂഷകൾ എന്ത് ചെയ്തു? അടുക്കിലും ചിട്ടയിലും പോകാൻ വേണ്ടി അതിന് ക്രമങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അനുഗ്രഹിക്കാൻ തുടങ്ങി. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ദൈവ പൈതലേ, ആമേൻ 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 ആമേൻ. ആത്മീക ക്രമീകരണം നിന്റെ ജീവിതത്തിൽ ശരിയായി കൊണ്ടുവന്നാൽ ഇതുവരെ ഇല്ലാത്ത എല്ലാ ക്രമീകരണവും ദാവീദ് കൊണ്ടുവന്നു. ഇതുവരെ പെട്ടകമില്ലാതെ അത് ദാവീദ് കൊണ്ടുവന്നു. ഇതുവരെയും പെട്ടകത്തിന് മുമ്പിൽ ഇവർ യാഗമില്ല, അത് ദാവീദ് കൊണ്ടുവന്നു. ഇതുവരെയും യാഗം നടത്താൻ പുരോഹിതന്മാരില്ല, അത് ദാവീദ് കൊണ്ടുവന്നു. അവിടെ പാട്ടിനുള്ള ശുശ്രൂഷക്കാരെ കൊണ്ടുവന്നു. അങ്ങനെ എല്ലാ ആത്മീക ക്രമീകരണങ്ങളും ദാവീദ് ക്രമീകരിച്ചപ്പോൾ ദൈവനെ അനുഗ്രഹിച്ചു. സ്തോത്രം പറഞ്ഞ് ഭൗതികമായ എല്ലാ ക്രമീകരണം, ഈശോയുടെ കാര്യം എല്ലാം ക്രമീകരിച്ചു, ആറ്റുമൊക്കെ എടുത്തു, എല്ലാം ക്രമീകരിച്ചു. കാര്യങ്ങളെ ലോണും കൂടെ എടുത്തു, പല വീട്ടിലെ കാര്യങ്ങളെ. ആത്മീയമായി നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട വല്ല ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടോ? ഹല്ലേലൂയ പറഞ്ഞേ. ആരാധന മുടങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടകത്തിന് മുമ്പിലുള്ള യാഗം ഇല്ല, അവിടെ പെട്ടകവും ഇല്ലായിരുന്നു. ദാവീദ് അതെല്ലാം മടക്കിക്കൊണ്ടുവന്നു. ആത്മീക ക്രമീകരണങ്ങളെല്ലാം ദാവീദ് കൊണ്ടുവന്നു, അതിനെ ക്രമീകരിക്കപ്പെട്ടു. അവിടെ എന്നും യാഗമായി. സിയോൻ കോട്ടയിൽ പെട്ടകം വെച്ചു. അവിടെ യാഗം നടത്താൻ പുരോഹിതന്മാരെയും പുള്ളി നിയമിച്ചു, പാട്ടുകാരായ ശുശ്രൂഷക്കാരെയും നിയമിച്ചു. അവിടെ വേണ്ടതെല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് 7-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞത്, നിന്റെ പേര് ഞാൻ മഹാന്മാരുടെ ഒപ്പം. സ്തോത്രം പറയും. നിന്റെ പേര് ഞാൻ മഹാന്മാരുടെ ഒപ്പം, നിന്റെ പേരിനെ ഞാൻ വലുതാക്കും. കുഞ്ഞെ, നിന്റെ ജീവിതത്തില് ആത്മീകമായ ശരിയായ ഒരു ക്രമീകരണം കൊണ്ടുവന്ന് നിന്റെ ജീവിതത്തിൽ ആത്മീകമായ ചില പുതുക്കങ്ങളും തീരുമാനങ്ങളും എടുത്ത് ക്രമീകരിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ കരം നിന്നെ മാനിക്കും. രണ്ടാമത് ദാവീദ് ഒരു കാര്യം കൂടെ പറഞ്ഞു, അതോടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. രണ്ടാമത് ദാവീദ് പറഞ്ഞെന്താ? 6-ാം അധ്യായത്തിൽ 7-ാം അധ്യായത്തിൽ നിങ്ങൾ കേട്ടു വായിച്ചപ്പോൾ, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ല. ദാവീദ് പറയാണ്, ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ കിടക്കുന്നു. പെട്ടകമോ തിരശീലക്കകത്തെ തുണി കൊണ്ട് മറച്ചിട്ട് അതിനകത്ത് പെട്ടകം. ഈ പുള്ളിയോ ദേവദാരു കൊണ്ടുണ്ടാക്കിയ കൊട്ടാരത്തിൽ കിടക്കുന്നു. പെട്ടകം ഇവിടെ ഇരിക്കുന്നു. തുണിക്ക് തുണി കൊണ്ട്
കുറെ മറയുണ്ടാക്കി അതിനകത്ത്. പുള്ളി പറഞ്ഞു, ഇത് ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ ഇത് സമ്മതിക്കത്തില്ല. ഞാൻ കിടക്കുന്ന കൊട്ടാരത്തെക്കാളും വിലയുള്ളതും വലിയതുമായ ആലയം പണിത് ദൈവത്തെ എത്രത്തോളം ഉയർത്തിയിരുത്താവോ അത്രത്തോളം ഞാൻ ഉയർത്തിയിരുത്തും. ഹല്ലേലൂയ പറഞ്ഞ് ദാവീദിന്റെ തീരുമാനമാ, ഇനി ഇങ്ങനെ താണ നിലയിൽ ഇരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. സ്വത്രം. ഒന്ന് ചിന്തിച്ചേ, നമ്മൾ ഇവിടെ ഇരിക്കുന്നു, 10, 200, 300 സാലറിയും ഒരുവിധം കാര്യങ്ങൾ കൂടുന്നു, പിള്ളേർക്ക് വിദ്യാഭ്യാസം കാര്യങ്ങളെല്ലാം ആയിരിക്കുന്നു. നമ്മൾ ആരാധിക്കുന്ന ദൈവം ദൈവസ്ഥാനത്ത് എവിടെ ഇരിക്കുന്നു? എവിടെയാ ഇരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ദാവീദ് കൊട്ടാരത്തിൽ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ കിടക്കുമ്പോൾ ദൈവത്തെ എന്ത് ചെയ്തിരിക്കുക? കുറെ തുണിയെല്ലാം മറച്ച് അവിടെ വെച്ചിരിക്കുക. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഇനി ഒരു നിമിഷം പോലും ഇങ്ങനെ ഈ ദൈവത്തെ താഴ്ത്തി ഇരുത്താൻ ഞാൻ തയ്യാറല്ല. എത്രത്തോളം ഉയർത്തിക്കൊണ്ടുവരാമോ ഞാൻ അത്രത്തോളം ഉയർത്തും. ദേവദാരു കൊണ്ടുള്ള ആലയം തന്നെ ഞാൻ ദൈവത്തിനുണ്ടാക്കും. ഹല്ലേലൂയ പറഞ്ഞ് ദേവദാരു എന്ന് പറഞ്ഞത് ഏറ്റവും വില കൂടിയ തടിയാ. ആ ദേവദാരു കൊണ്ടുള്ള ആലയം ഉണ്ടാക്കി ഈ ദൈവത്തെ ഇനി ഞാൻ അവിടെ ഇരുത്തും. സ്വത്രം പറഞ്ഞ് അങ്ങനെ ദൈവ പൈതലേ, ഇത്രയും കാലം തലമുറയെ തന്ന ദൈവം, ആഹാരം തന്ന ദൈവം, ഇവിടെ വിസ തന്ന ദൈവം, ജോലി തന്ന ദൈവം, സാലറി തന്ന ദൈവം, ആരോഗ്യം ബലവും തന്ന ദൈവം, സൗഖ്യം തന്ന ദൈവം, ഇത്രയും നന്മകൾ തന്ന ദൈവത്തെ നിനക്ക് ഉയർത്താൻ പറ്റുകയല്ലേ? സ്തോത്രം പറ. ആമേ. നിനക്ക് തന്ന നന്മയുടെ ഒത്തം ആ വണ്ണം ദൈവത്തെ ഉയർത്തേണ്ട. ദാവീദ് പറഞ്ഞു കേട്ടോ, എനിക്ക് ദേവദാരു കൊണ്ടുള്ള അരമന ഉണ്ടെങ്കിൽ ഈ ദൈവത്തെ ഞാൻ എന്ത് ചെയ്യും? അതിനേക്കാൾ വലിയ ദേവാലയം. ദൈവത്തെ ഉയർത്തണം. അപ്പോഴാ ദൈവം പറഞ്ഞു, ദാവീദേ, ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് അനുഗ്രഹം തിരിച്ചെടുക്കത്തില്ല. നീ മരിച്ചു കഴിയുമ്പം ഞാൻ ഈ അനുഗ്രഹം നിന്റെ തലമുറയ്ക്ക് നീട്ടിക്കൊടുക്കും. സ്തോത്രം പറഞ്ഞ് നിന്റെ പേര് ഞാൻ വലുതാക്കും, നിന്റെ ഗ്രഹം ഞാൻ പണിയും. സ്തോത്രം. മഹാന്മാരുടെ ഒപ്പം നിന്റെ പേരിനെ ഞാൻ കൊണ്ടുവരും. എന്തുകൊണ്ട്? ദൈവത്തെ ഉയർത്തുവാൻ ആ ഭക്തൻ തീരുമാനമെടുത്തു. വേറെ ഒരു വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ദാവീദ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ കിടക്കയിൽ ഇനി കിടക്കയില്ല, ഞാൻ കിടക്കണമെങ്കിൽ ഇനിയും ദേവദാരു കൊണ്ടുള്ള ദേവാലയം പണിത് ദൈവത്തെ ഉയർത്തിയതിന് മാത്രമേ ഈ കൊട്ടാരത്തിൽ ഞാൻ കിടക്കുകയുള്ളൂ. കഴിഞ്ഞ ഒരു വർഷം മുഴുവനും നടത്തിയില്ലേ? ഇവിടെ കൊണ്ടുവന്നില്ലേ ദൈവം? ഇതൊക്കെ ഭാഗ്യമല്ലേ? ഇത്രത്തോളം നന്മ തന്ന ദൈവത്തെ എന്താ ഉയർത്താൻ പറ്റാത്തത്? സ്തോത്രമേ. കാശൊന്നും കൊടുത്ത് ഉയർത്തണ്ട, വാഗുണ്ടെങ്കിൽ സുടിച്ച് ഈ പുളിയെ ഉയർത്താൻ മേലെ. ഹല്ലേലൂയ പറഞ്ഞേ. വാഗുണ്ടെങ്കിൽ ഉറക്കി ഹല്ലേലൂയായി സ്തോത്രമൊക്കെ പറഞ്ഞ് ഈ ദൈവത്തെ നമുക്ക് ഉയർത്താൻ മേലെ. ഈ ദൈവം നമ്മളെ ഇത്രത്തോളം മാനിച്ചില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവത്തെ ഉയർത്തിയാൽ നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കത്തില്ലേ? അവിടെ അങ്ങനല്ലേ പറഞ്ഞത്? ദാവീദേ, നീ മരിച്ചു പിതാക്കന്മാരോട് ചേരുമ്പോഴും നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കും. എന്താ കാരണം? ദൈവത്തെ ഉയർത്താൻ ഈ ഭക്തൻ തീരുമാനം. പിന്നെ ആത്മീക കുറവുകളൊക്കെ തീർക്കെ. അതോടെ പറഞ്ഞു നിർത്താം, സമയം കഴിഞ്ഞുപോയി. ഈ തീരുമാനം എടുത്തപ്പോൾ നാഥാം പ്രവാചകൻ പറഞ്ഞു, ദാവീദ്, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഹൃദയത്തിലുള്ളതെല്ലാം നീ ചെയ്തു. സ്തോത്രം. ദൈവത്തെ ഉയർത്താൻ തീരുമാനിച്ചു. അന്ന് രാത്രിയിൽ നാഥാനോട് ദൈവം പറഞ്ഞു, നാഥാനെ, നീ ദാവീദിനോട് പറയണം, ദാവീദ് എനിക്കിഷ്ടമുണ്ട്, ദാവീദ് എടുത്ത തീരുമാനം ഞാൻ അവനെ അനുഗ്രഹിക്കും. പക്ഷേ അവൻ എന്ത് ചെയ്യണ്ട? ദേവാലയം പണിയണ്ട, അവൻ്റെ മകൻ പണിയട്ടെ. അവൻ്റെ കൈ എന്ത് ചെയ്തു? രക്തം ചൊരിഞ്ഞു. അതുകൊണ്ട് ദേവാലയം മകൻ പണിയട്ടെ, ദാവീദ് കൂടെ നിൽക്കട്ടെ. ഉടനെ നാഥാൻ എന്ത് ചെയ്തു? ദാവീദിന്റെ അടുക്കൽ ചെന്ന് ഈ ആലോചന പറഞ്ഞു. ഇവിടെ എന്താ നിങ്ങൾ പഠിച്ചത്? ആദ്യം നാഥാൻ എന്താ പറഞ്ഞേ? നിന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും നേരം വെളുത്തുമ്പോൾ നാഥാൻ എന്ത് പറഞ്ഞു? അങ്ങനെ ചെയ്യണ്ട, നിന്റെ ഹൃദയത്തിലുള്ള ഒന്നും ചെയ്യണ്ട. ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ മകൻ ദേവാലയം. സ്തോത്രം. എന്താ ഇതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം പുള്ളി ആദ്യം പറഞ്ഞ ആലോചന തെറ്റായിരുന്നു. പുള്ളി ആദ്യം പറഞ്ഞു, നിന്റെ ഹൃദയത്തിലുള്ളതുപോലെ നീ
അപ്പൊ രാത്രി ദൈവം പറഞ്ഞു, നാഥാനെ നീ പറഞ്ഞ ആലോചന തെറ്റാ, അതല്ല എന്റെ ആലോചന. എന്റെ ആലോചന വേഗം ചെന്ന് രണ്ടാമത് പറയാൻ പറഞ്ഞു. എന്റെ ആലോചന വേഗം ചെന്ന് രണ്ടാമത് അയാളോട് പറ, ആമേ ദാവീദിനോട് പറ, നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു, മക്കളെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എല്ലാം ചെയ്തിരിക്കുന്നു. ആലയം മകൻ. ആ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? നാഥാൻ ആ തെറ്റ് തിരുത്തി. നാഥാൻ ഓർത്ത്, ദൈവാത്മാവാണെന്ന് ഓർത്ത് നാഥാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളതല്ല. അവസാനം നാഥാന് മനസ്സിലായി ഇത് ദൈവാത്മാവല്ല, ഇത് എൻ്റെ ഹൃദയത്തിൽ തോന്നിയതാണെന്ന്. നേരം വെളുത്തു ദാവീദേ, ഞാൻ ഇന്നലെ പറഞ്ഞ ആലോചന തെറ്റാ, ദൈവം എന്നോട് ഇന്നലെ രാത്രി പറഞ്ഞു, അങ്ങനെയല്ല, നീ പണിയണ്ട, നിന്റെ മകൻ പണിതാ മതിയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, പലപ്പോഴും ആത്മീയമായി തെറ്റ് പറ്റിയാൽ നമ്മൾ ആരും തിരുത്തത്തില്ല. അതിങ്ങനെ മറച്ചു വെച്ച് നാഥാൻ പ്രവാചകൻ എന്ത് ചെയ്തു? തെറ്റ് പറ്റിയപ്പോൾ ആണ് ദൈവം മുമ്പാകെ തുറന്ന് സമ്മതിക്കുകയും മടങ്ങി വന്ന് താൻ ആ തെറ്റ് തിരുത്തി ദാവീദിനോട് രണ്ടാമത് ആലോചന പറഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പറ്റിയ തെറ്റുകളെല്ലാം ദൈവത്തോട് തിരുത്തി ഒരു ക്രമീകരണം കൂടെ നമ്മൾ എടുക്കണം. ഹല്ലേലൂയ പറഞ്ഞ് ദൈവം ഇടപെടുമ്പോൾ നമ്മൾ അതിനെ ന്യായീകരിക്കാൻ പോകരുത്. നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം നാഥാന് മനസ്സിലായി, ആമേ തെറ്റായിപ്പോയി, ഞാൻ അങ്ങനെ പറഞ്ഞത്, നിന്റെ ഹൃദയത്തിൽ ഇഷ്ടമുള്ളതെല്ലാം ചെയ്തോളാൻ പറഞ്ഞു. ആലയം പണി ഒന്നും ചെയ്തോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം ദൈവം പറഞ്ഞു, അങ്ങനെ ഒന്നും ചെയ്യണ്ട, അവന്റെ കൈ രക്തം ചൊരിഞ്ഞ വേഗം ചെന്ന് മടങ്ങി ചെന്ന് പറ, അവൻ പണിയുണ്ടാന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി പറയുന്നു, ആത്മികമായി തെറ്റ് പറ്റിയെങ്കിൽ വേഗം ഏറ്റു പറഞ്ഞ് മടങ്ങുക, വേഗം ഏറ്റു പറഞ്ഞ് മടങ്ങുക കേട്ടോ. വേഗം ഏറ്റു പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തെറ്റു പറ്റിയത് കൊണ്ട് ആമേൻ, അത് ഏറ്റു പറയുന്നത് കൊണ്ട് നമ്മൾ ആരും കുറഞ്ഞു പോകുന്നില്ല, നമ്മൾ ആരും ചെറിയവരാകുന്നില്ല, നമ്മൾ മാനിക്കപ്പെടുന്നുള്ളൂ. നാഥാൻ അതി എന്ന് പറഞ്ഞപ്പോൾ ദൈവം ഇനി നാഥാനെ ശക്തമായിട്ട് ഉപയോഗിക്കും. പ്രൈസ്. അല്ല കർത്താവേ, ഞാൻ ആദ്യം ഇന്നലെ അവരോട് ഇങ്ങനെ പറഞ്ഞു പോയി, അതുകൊണ്ട് ഇന്ന് ഞാൻ എങ്ങനെയാണ് അവരോട് മാറ്റി പറയുന്നത് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചോ? ഇപ്പോഴും ചെയ്ത കുറ്റിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഉണ്ട്. നിങ്ങളുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ചെയ്ത പല തെറ്റിനെയും ഇപ്പോഴും നമ്മൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക, തുറന്ന് സമ്മതിക്കാൻ. നാഥാന്റെ അത്രയും വലിപ്പമുള്ള പ്രവാചകന്മാരും ഇതിനകത്തില്ലല്ലോ. ആ പുള്ളി തെറ്റ് സമ്മതിച്ചു പോയി തിരുത്താങ്കി പിന്നെ നമുക്ക് സമ്മതിക്കാൻ മേലെ. ഹല്ലേലൂയ പറഞ്ഞ്, എന്റെ ജീവിതത്തിൽ കുറവുണ്ട്, ഞാൻ ചെയ്ത് തെറ്റായി പോയി, അത് തുറന്ന് സമ്മതിച്ച് ക്രമീകരിക്കുകയാണ്. ദൈവം നമ്മളെ ഇനി ശക്തമായിട്ട് ഉപയോഗിക്കും. നാഥാനെ വീണ്ടും ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം, ദൈവം തിരുത്താൻ പറഞ്ഞപ്പോൾ ആ പുള്ളി പോയി തിരുത്തി. ഹല്ലേലൂയ പറഞ്ഞ്. അല്ലാതെ പുള്ളി ന്യായീകരിക്കാൻ തയ്യാറായില്ല. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സമയം കടന്നു പോയത് കൊണ്ട് നമുക്ക് അടുത്ത ദിവസം ആഴമായ ചിന്തയിലേക്ക് വരാൻ. ഞാൻ എടുത്ത വാക്യം ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. ദൈവമക്കൾ എല്ലാവരും വളരെ പ്രാർത്ഥനയോ